അമ്മ അതൊരു വികാരമാണ് വാസ്തവത്തിൽ. അമ്മയ്ക്ക് പരിശുദ്ധ സഭയിൽ അതുല്യമായൊരു സ്ഥാനമാണുള്ളത്. പ്രത്യേകിച്ച് ആദിമ സഭ തൊട്ട് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും അധികം പെരുന്നാളുകളുള്ളത് അമ്മയുടെ നാമത്തിലാണ്. പ്രത്യേകിച്ച് കാർഷിക പാരമ്പര്യമുള്ള പലസ്തീൻ നാട്ടിൽ തൊടുന്നതും പിടിക്കുന്നതുമൊക്കെ അമ്മയെ മധ്യസ്ഥത അണച്ചുകൊണ്ട് മാത്രമാണ്. ആ പെരുന്നാളുകളുടെ പട്ടിക നാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ തക്കവണ്ണിടയാകും. ജനുവരി മാസം 15-ാം തീയതി പ്രത്യേകിച്ച് അവിടെ വിത്ത് വിതയ്ക്കുന്ന കാലമാണ്. വിത്തുകളെ പ്രതിയുള്ള പെരുന്നാൾ അമ്മയുടെ മധ്യസ്ഥതയിലുണ്ട്. മാർച്ച് മാസം 25-ാം തീയതി അമ്മയോടുള്ള വചനിപ്പിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള പെരുന്നാളാണ്. മെയ് മാസം 15 കതിരുകളെ പ്രതിയുള്ള പെരുന്നാളാണ്. ഇതെല്ലാം അമ്മയുടെ മധ്യസ്ഥതയിലാണ്. അതിനുശേഷം വീണ്ടും ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് 15-ാം തീയതി അമ്മയുടെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളാണ്. സെപ്റ്റംബർ മാസം 1 മുതൽ 8 വരെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ ജനന പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒക്ടോബർ മാസം 21-ാം തീയതി അമ്മയുടെ ദേവാലയ പ്രവേശനത്തിൻ്റെ പെരുന്നാളാണ്. തീർന്നില്ല, തമ്പുരാൻ്റെ തിരുപ്പിറവി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേർതിരിക്കുന്നത് അമ്മയുടെ പുകഴ്ചയുടെ പെരുന്നാളായിട്ടാണ്. ഞാനെന്തിനു സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, വളരെയധികം സമ്പന്നമായ മധ്യസ്ഥതയുടെ ഒരു സമ്പന്നത കാണാൻ തക്കവണ്ണിടയാണ്. 7 പെരുന്നാൾ കൊണ്ട് അതിനപ്പുറമായി കൂടുതൽ പെരുന്നാളുകൾ പോലും നമുക്ക് കാണാൻ ദർശിക്കുവാൻ തക്കവണ്ണിടയാണ്. അപ്പം അങ്ങനെ പെരുന്നാളുകൾ കൊണ്ട് ഒരു നീണ്ട പട്ടിക തന്നെ അമ്മയുടെ മാധ്യസ്ഥത ഉറപ്പുവരുത്തുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നല്ല പൈതൃകവും പാരമ്പര്യവുമാണ് അമ്മയ്ക്ക് വാസ്തവത്തിൽ സഭയിലുള്ളത്. ഇനി പള്ളികൾ പരിശോധിച്ചാൽ ആദിമ നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയുള്ള ദേവാലയങ്ങളുടെ കണക്കെടുത്താൽ 90% അമ്മയുടെ നാമധേയത്തിലാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. വാസ്തവത്തിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ തോമസ് അപ്പോസ്തലൻ ഈ മലങ്കരയിൽ വന്നപ്പോൾ സ്ഥാപിച്ച 7 പള്ളികൾ അമ്മയുടെ നാമധേയത്തിലാണ്. അനേക ദേവാലയങ്ങൾ മധ്യസ്ഥം അരുളുന്നത് അമ്മയുടെ പേരിലാണ്. ഇതൊക്കെ എന്താണ് കാട്ടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. അത്ര അതുല്യമായൊരു സ്ഥാനം, ശ്രേഷ്ഠമായൊരു സ്ഥാനം, മനോമുഖരങ്ങളിലൊരു ശക്ത സ്വാധീനമാണ് അമ്മ എന്ന് സൂചിപ്പിക്കുകയാണ്. വ്യത്യസ്ത സഭാ പാരമ്പര്യങ്ങളിൽ അമ്മയോടുള്ള മനോഭാവം വ്യത്യാസമാണ്. നമ്മളത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കണ്ണിടയാണ്. പ്രത്യേകിച്ച് പ്രോട്ടസ്റ്റൻ്റ് പാരമ്പര്യം പരിശോധിച്ചാൽ അമ്മയെ നിഷേധിക്കുന്നൊരു മനോഭാവമാണുള്ളത്. ഞാൻ സാധാരണ പറയാറുണ്ട്, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. അമ്മ ആരുമല്ല, ഒന്നുമല്ല. വ്യത്യസ്തമായ ഉദാഹരണങ്ങളിലേക്കൊക്കെ അമ്മയെ വല്ലാതെ ഇകഴ്ത്തി കാണിക്കുന്നൊരു ശൈലിയും രീതിയും പാരമ്പര്യവും പ്രോട്ടസ്റ്റൻ്റ് സഭകളിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ മറുവശമാണ് കത്തോലിക്ക സഭയുടെ പൈതൃകവും പാരമ്പര്യവും. ഒരുപക്ഷെ എക്യുമെനിക്കൽ പരിപാടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ദേവാലയങ്ങളിലും പല ശുശ്രൂഷകളൊക്കെ സംബന്ധിപ്പാനായിട്ടുള്ള ഇടയുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ കാണുന്നത് അമ്മയ്ക്ക് അമിതമായൊരു പ്രാധാന്യം, ഒരുപക്ഷെ തൻ്റെ ഏകജാതിന് പോലും ഇല്ലാത്ത ഒരു പ്രാധാന്യം ആരാധനയിലും ഇതര ചടങ്ങുകളിലും ശുശ്രൂഷകളിലും ഒക്കെ വ്യാപിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ഭക്തിയെക്കുറിച്ച് തെറ്റായ ധാരണ വളർത്തിയെടുക്കാനിടയാവും. അപ്പോൾ അമിതമായൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാരമ്പര്യമാണ് കത്തോലിക്ക സഭകളിലുള്ളത്. എന്നാൽ ഇവിടെയാണ് ഓർത്തഡോക്സ് പൈതൃകവും പാരമ്പര്യവും വ്യത്യസ്തമാണ്. അർഹമായ പ്രാധാന്യത്തോടെ അമ്മയുടെ സ്ഥാനം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും വ്യാപ്തിയിലും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ശുശ്രൂഷ, വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ഏത് ശുശ്രൂഷ നിർവഹിക്കുമ്പോഴും അതിൻ്റെ അവിഭാജ്യ ഘടകമാണ് അമ്മയുടെ മധ്യസ്ഥത എന്നുള്ളത്. അപ്പോൾ ഉചിതമായ അർഹമായ പ്രാധാന്യത്തോടെ അമ്മയെ കാണുകയും അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യമാണ് വാസ്തവത്തിൽ. മനുഷ്യാവതാര ചരിത്രം പരിശോധിക്കുമ്പോൾ നിർണായകമായ പങ്ക് അമ്മ വഹിച്ചിട്ടുണ്ട്. അമ്മയുടെ പങ്ക് വളരെ നിർണായകമായൊരു പങ്ക് വഹിച്ച വ്യക്തിത്വമാണ്, സ്ത്രീത്വമാണ് കന്യകമറിയാമെന്ന് പറയുന്നത്. അമ്മയിൽ നിന്ന് അന്യമായ ഒരു ഭക്തി നമുക്കില്ല. അമ്മയിൽ നിന്ന് അന്യമായി നമുക്ക് ഒരിക്കലും യേശുവിനെ കാണുവാനായിട്ട് സാധിക്കില്ല. അമ്മ ദൈവമാതാവാണെന്നുള്ള വലിയ തിരിച്ചറിവും ആ പഠിപ്പിക്കലുമാണ് പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ, പ്രത്യേകിച്ച് വേദപുസ്തകം വായിക്കുന്നുണ്ട്, വിദ്വാൻമാർ യേശു കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നുണ്ട്. വാസ്തവത്തിൽ തിരുവെഴുത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വളരെ ഭംഗി, മത്തായി സുവിശേഷം വളരെ ഭംഗിയായിട്ടാണ് 2-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലുണ്ട്, അമ്മയോട് കൂടി കുഞ്ഞിനെ കണ്ട് വന്ദിച്ചു എന്നാണ്. യേശുവിനെ കണ്ടു വന്ദിച്ചു എന്ന് മാത്രം രേഖപ്പെടുത്താമായിരിക്കെ അമ്മയോടുകൂടി
കുഞ്ഞിനെ കണ്ട് നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന വിദ്വാൻമാരെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെ ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അമ്മയ്ക്ക് അത്ര കണ്ട പ്രാധാന്യമാണ്, അത്ര കണ്ടൊരു സ്ഥാനമാണ് പൗരസ്ത്യ സഭകളിൽ ഉള്ളത് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇന്ന് കുറിവാക്യമായിട്ട് ഞാൻ എടുക്കുന്നത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം അത് അമ്മയുടെ ഒരു പാട്ടാണ്. വാസ്തവത്തിൽ തമ്പുരാൻ്റെ തിരുപ്പിറവിയുടെ വചനിപ്പമ്മയ്ക്ക് ലഭിച്ചതിന് ശേഷം അമ്മ വല്ലാണ്ട് ഭയപരവശയായി നിൽക്കുന്നൊരു സന്ദർഭമാണ് നമുക്ക് തോന്നാം. പക്ഷേ അമ്മ അതല്ല, ആ നിലയിലല്ല. വളരെ ആത്മവിശ്വാസത്തോടുകൂടി ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ പദവിയും ഉത്തരവാദിത്വവുമാണെന്നുള്ള തിരിച്ചറിവോടെ, ദൈവമാണ് ഇതിൻ്റെയൊക്കെ കാരണഭൂതനെന്നുള്ള തിരിച്ചറിവോടെ അമ്മ പാടുന്ന വളരെ മനോഹരമായൊരു പാട്ടാണ്. അവിടെ തുടങ്ങുന്നതന്നെ എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടിലെ 48-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നതാണ് കുറിവാക്യമായിട്ട് എടുക്കുന്നത്. ഇപ്രകാരം പറയുന്നു: ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എന്താണ് അമ്മയെ ലോകം മുഴുവൻ, തലമുറ മുഴുവൻ ഭാഗ്യവതി എന്ന് വാഴ്ത്തുവാനുള്ള കാരണം? ലോകപ്രകാരം ഒരു പ്രതാപമുണ്ടായിരുന്ന ഒരു സ്ത്രീത്വ വ്യക്തിത്വമായിരുന്നില്ല. കുടുംബം കൊണ്ടോ കുലീനത്വം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ പദവി കൊണ്ടോ സ്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അധികാര പ്രത്യേകത കൊണ്ടോ ഒന്നും ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ആരാലും അംഗീകരിക്കപ്പെടത്തക്ക വിധത്തിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ പറയുക, സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ആ വാഴ്ത്തപ്പെടലിൻ്റെ കാരണമായിട്ട് തിരുവെഴുത്തിൽ അമ്മയുടെ ചരിത്രത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുമ്പോൾ 3-4 കാര്യങ്ങളാണ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അമ്മയുടെ അനുഗ്രഹീതമായ ഭക്തി ജീവിത അനുഭവമാണ്. ഭക്തിയുടെ തലമാണ് വാസ്തവത്തിൽ. എന്താണ് ഭക്തിയുടെ തലം? പൗരസ്ത്യ ആധ്യാത്മികതയിൽ ഭക്തിക്ക് 2 തലങ്ങളാണുള്ളത്. ഒന്ന്, ഒരു വെർട്ടിക്കലായിട്ടുള്ളൊരു ഡയമെൻഷനുണ്ട്, മറ്റൊന്നൊരു ഹൊറിസോണ്ടൽ ഡയമെൻഷനാണ്. 2 തലങ്ങളുടെ സമന്വയമാണ് പൗരസ്ത്യ പൈതൃകത്തിലും പാരമ്പര്യത്തിലും ഭക്തി എന്ന് പറയുന്നത്. എന്താണ് വെർട്ടിക്കൽ ഡയമെൻഷൻ? ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഭക്തിക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത്. ദൈവബന്ധമാണ് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് തമ്പുരാനോട് വന്ന് ചോദിക്കുന്നുണ്ട്, മോശ ഞങ്ങൾക്ക് 10 കൽപ്പന തന്നു, നിനക്ക് തരാനുള്ള കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ തമ്പുരാൻ പറയുന്ന 1-ാമത്തെ കൽപ്പന ഇതാ: നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം. ദൈവത്തെ സേവിക്കുക, ദൈവബന്ധം. തമ്പുരാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് പൂർണ്ണതയിൽ. തമ്പുരാന് പെർഫെക്ഷനിൽ കുറഞ്ഞൊന്നും ആവശ്യമില്ല. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയൊക്കെ ഭക്തിയുടെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നം വീഴുന്നത് എന്തെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇത് പൂർണ്ണമല്ല. പള്ളിയിൽ പോകുന്നില്ലേ? ഉണ്ട്. പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. നോമ്പനുഷ്ഠിക്കുന്നില്ലേ? ഉണ്ട്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നില്ലേ? ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് എസ്സാണ് ഉത്തരം. പക്ഷേങ്കിൽ 2-മതൊരു ഉപചോദ്യമുണ്ട്. അത് നിൻ്റെ പൂർണ്ണതയോടുകൂടിയാണ്. ഒരാരാധനയെങ്കിലും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നാളിതുവരെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി, സന്ധ്യയ്ക്ക് നമസ്കാരത്തിൽ ആരംഭിച്ച് രാത്രിയുടെ എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ച് പ്രഭാതത്തിൻ്റെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ വായിച്ച് വളരെ ഒരുക്കത്തോടെ ആത്മശരീര ദേഹികളുടെ ഒരുക്കത്തോടെ ഒരാരാധനയിലെങ്കിലും നാളിതുവരെ സംബന്ധിക്കാൻ ബലഹീന ഞാൻ ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ ശിരസ്കരായിട്ട് പറയട്ടെ, ഒരു പുരോഹിതനായിട്ട് പോലും ഇതിന് പൂർണ്ണതയുണ്ടോ എന്ന് ചോദിച്ചാൽ ശിരസ് നമിക്കേ നിവൃത്തിയുള്ളൂ. ശിരസ് നമിക്കേ നിവൃത്തിയുള്ളൂ. പൂർണ്ണത പലപ്പോഴും നമ്മുടെ അടിസ്ഥാന പ്രശ്നം അതാണ്. നമ്മുടെ ഭക്തി ജീവിതത്തിൻ്റെ വലിയ വികലതയുടെയും വീഴ്ചയുടെയും കാരണം ഇതാ, പൂർണ്ണതയില്ലാത്തതാണ്. നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, അത് പൂർണ്ണമാണോ? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചൂളിപ്പോകാനിടയുണ്ട്. ഇവിടെയാണ് അമ്മ വ്യത്യസ്തയാകുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ഡയമെൻഷൻ ഇതാണ്. മറ്റൊന്ന് ഹൊറിസോണ്ടൽ ഡയമെൻഷനാണ്. തമ്പുരാൻ 2-മത്തെ കൽപ്പന ഒന്ന് വേണ്ടി പറഞ്ഞു, നീ സ്നേഹിക്കണം. ആരെയാണ്? സഹോദരനെ, നിൻ്റെ അയൽക്കാരനെ എങ്ങനെയാണ് നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ. ഇവിടെയാണോ പൂർണ്ണത? ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല. ആ സ്നേഹത്തിന് പൂർണ്ണതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്ക് കൃത്യമായി ഉത്തരം യെസ് എന്ന് പറയാൻ സാധിക്കും? ഇവിടെയാണ് ഭക്തി ജീവിതത്തിൻ്റെ 2-ാം തലത്തിലും നാം വികലമായി പോകുന്നത്.
ഞാൻ പറഞ്ഞു വരുന്നത് പൗരസ്ത്യ ആധ്യാത്മികതയിൽ ഭക്തിയുടെ 2 തലങ്ങൾ, ദൈവബന്ധത്തിൻ്റെ പൂർണ്ണതയും ദൈവത്തെ സേവിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുക, ഇതതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് അമ്മയുടെ ഭക്തി ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് അമ്മ എക്കാലവും അതുല്യ പ്രതിഭയായി, ഒരു അതുല്യ വ്യക്തിത്വമായി, ആരാലും നമുക്ക് മറ്റോടൊന്നിനോടും സമപ്പെടുത്തുവാൻ കഴിയാത്ത വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് അമ്മ തീരുന്നു. അമ്മ ആ നിലയിലേക്ക് രൂപപ്പെടുവാൻ തക്കവണ്ണം ഇടയായത് അമ്മയുടെ ജീവിത ശൈലിയാണ്. ആ ശൈലിയിലേക്കാണ് ഇന്ന് കണ്ണോടിക്കുന്നത്. അതിലൊന്നാമത് ഞാൻ എടുക്കുന്നത് അമ്മയുടെ പരിത്യാഗത്തിൻ്റെ ഭാവമാണ്, വെറുമയാക്കലിൻ്റെ ഭാവമാണ്, ശൂന്യവൽക്കരിക്കുന്ന ഒരു സ്ത്രീത്വത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് തിരുവെഴുത്തിൽ 2 സന്ദർഭങ്ങൾ ഞാൻ കോട്ട് ചെയ്യാം. ഒന്ന് തിരുവചനത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ വളരെ ഭംഗിയായി അവിടെ തമ്പുരാൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഒരു രംഗം രേഖപ്പെടുത്തുന്നുണ്ട്. പരസ്യ ശുശ്രൂഷയിൽ അനേക ആളുകൾ തമ്പുരാനോടൊപ്പം പോകുന്നുണ്ട്. താൻ ചെല്ലുന്നിടത്തൊക്കെയും വലിയ ജനക്കൂട്ടമാണ്. അവിടെ അടുത്ത് ചെല്ലുവാൻ പോലും കഴിയാത്തവണ്ണമുള്ള ആൾക്കൂട്ടമാണ് വാസ്തവത്തിൽ. അങ്ങനെ ഇരിക്കെയാണ് ഒരു ഭവനത്തിൽ യേശു തമ്പുരാൻ വരികയാണ്. ഭവനത്തിൻ്റെ പരിസരത്ത് പോലും എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത വിധമുള്ള ഒരു ജനസഞ്ചയം അവിടെ വരികയാണ്. അവിടേക്ക് അമ്മ കടന്നു വരികയാണ്. അമ്മയൊന്ന് ശ്രദ്ധിച്ച്, അമ്മയെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് കടന്നു വരുന്നതിന് ആരുടെ അനുവാദം ആവശ്യമില്ല. തമ്പുരാൻ ഇരിക്കുന്ന ഇടത്തേക്ക് കടന്നു വരുന്നതിന് ആർക്കും അമ്മയെ തടസ്സം ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അമ്മ വളരെ ശ്രദ്ധയോടെയാണ് കടന്നു വരുന്നത്. അമ്മയുടെ മനോഭാവം അവിടെ വ്യക്തമാകുകയാണ്. ഞാൻ ആർക്കും ഒരു തടസ്സമാവരുത്, ഞാൻ ആർക്കും ഒരു ശല്യമാവരുത്. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ചിന്ത! അമ്മ ആ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് വാതുക്കൽ നിൽക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. വാതുക്കൽ നിൽക്കുന്ന അമ്മയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അമ്മ വാതുക്കൽ നിൽക്കേണ്ടവളാണോ? ഇന്നൊരു പക്ഷേ നമ്മുടെയൊക്കെ വീടുകളിൽ അനേക പെറ്റമ്മമാർ വാതിൽക്കലല്ല, വാതിലിന് പുറത്ത് തള്ളപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള നിന്ദയുടെ നിഷേധത്തിൻ്റെ ഒരു നിൽപ്പല്ല ഈ അമ്മ നിൽക്കുന്നത്. സ്വയം അറിഞ്ഞുകൊണ്ട് കുറയുന്ന ഒരമ്മയുടെ ചിത്രമാണ്. ഞാൻ ആർക്കും, തൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കർത്താവിന് ഒരുപക്ഷെ 9 മാസം തൻ്റെ ഉദരത്തിൽ ചുമന്നവനാണെങ്കിലും ആ ദൗത്യം താൻ നിർവഹിക്കുവാൻ ദൈവം എന്നെ നിയോഗിച്ചെങ്കിലും അതിനപ്പുറമുള്ളൊരു വിളിയും ആ വിളിയുടെ ബോധ്യവും അമ്മയെ ഭരിക്കുകയാണ്. ഈ മകനെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയെക്കുറിച്ച് തികഞ്ഞ അവബോധം അമ്മയെ ഭരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ ചിന്തിച്ചത് എന്താ? ഞാനായിട്ട് ആർക്കും ഒരു ശല്യമാവരുത്. വാതുക്കൽ നിൽക്കുന്ന അമ്മയാണ് വാസ്തവത്തിൽ. വാതുക്കൽ ആർക്കും ശല്യമില്ല. അത് ഇന്നത്തെ ആധുനിക ചിന്തയിൽ നാം കാണുമ്പോൾ ഒരുപക്ഷെങ്കിൽ അർഹതയില്ലാത്ത ഇടങ്ങളിലേക്ക് ഒരർഹതയുമില്ലാത്ത ആളുകൾ ഇടിച്ചു കയറുന്നൊരു ലോകമാണ്. ഒരുപക്ഷെ അത് രാഷ്ട്രീയത്തിലായിരുന്നൊരു കാലഘട്ടം വരെ. ഇന്ന് എന്തിന് സഭയിൽ, ആത്മീയ രംഗത്തൊക്കെ ഈ കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഒരർഹതയുമില്ലാത്ത ആളുകൾ അർഹതയൊന്നുമില്ലാത്ത ഇടങ്ങളിലേക്ക് കടന്നുകൂടാൻ തക്കവണ്ണം കാട്ടുന്ന എന്തെല്ലാം മറിമായങ്ങളുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെയാണ് അമ്മ തികച്ചും വ്യത്യസ്തയാകുന്നത്. വാതിൽക്കൽ നിൽക്കുന്ന അമ്മ വാസ്തവത്തിൽ എത്ര ശ്രേഷ്ഠമായൊരു കാഴ്ചയാണ്. ഈ താഴ്മയുടെ ഭാവമാണ് നമുക്ക് വാസ്തവത്തിൽ ക്രിസ്തുവിലും കാണുവാൻ തക്കവണ്ണം ഇടയാവുന്നത്. വിണ്ണുവിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ വിനയത്തിൻ്റെ, ഈ താഴ്മയുടെ, ഈ വെറുമയാക്കലിൻ്റെ, ഈ ശൂന്യവൽക്കരിക്കപ്പെടലിൻ്റെ അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കെനോസിസ് എന്ന കെനോട്ടിക് പാസേജ് എന്ന് പറയുന്നു. തമ്പുരാൻ്റെ താഴേക്ക് ഇറങ്ങി വന്ന, വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ വളരെ ശ്രേഷ്ഠമായ വിവരണം കാണുവാനായിട്ട് സാധിക്കും. അതെ, ഒരു ശൂന്യവൽക്കരിക്കപ്പെടുന്ന, പരിത്യജിക്കപ്പെടുന്ന വെറുമയാക്കലിൻ്റെ ഒരു ചിത്രം ഒരുപക്ഷെ അമ്മയിൽ നിന്നും സംശീകരിക്കുന്ന ഒരു ആത്മീയ അനുഭവമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. കഷ്ടാനുഭവത്തിൻ്റെ രാത്രിയിൽ അരയിൽ കൈലേസ് ചുറ്റി ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കുവാനും പാദങ്ങളെ കഴുകുവാനും വിണ്ടുകീറിയ പാദങ്ങളെ ചുംബിക്കുവാനും തമ്പുരാന് മടിയില്ല. കാരണം തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ രക്ഷണ്യ വേലയുടെ പൂർത്തീകരണത്തിന്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഏതറ്റം വരെയും പോകുവാൻ, എല്ലാവരെയും ഏതു വിധേനയും നേടുവാൻ താൻ ഇറങ്ങി വന്ന ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് എത്തിക്കുന്ന ക്രിസ്തു, ആ ഭാവം പൗലോസ് പറയുന്നില്ല, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിലുണ്ടാകണമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ഈ ഭാവം അങ്കുരിച്ചത് തീർച്ചയായിട്ടും അമ്മയുടെ ഉദരത്തിൽ തന്നെയാണെന്ന് ഞാൻ ബോധ്യപ്പെടുകയാണ്, ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്ക്
ഈ ഭാവം ഒന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അതുകൊണ്ട് ഈ 15 നോമ്പിലെ ശ്രേഷ്ഠമായ നോമ്പാചരണത്തിൽ അമ്മയെ മനോമുഖരങ്ങളിൽ ധ്യാനിക്കുമ്പോൾ നമുക്കും ഉണ്ടാകേണ്ടത് അമ്മയുടെ വെറുമയാക്കലിൻ്റെ ഭാവം. എൻ്റെ കുടുംബത്തിൽ എത്ര സ്വർഗമാകും നമ്മുടെ കുടുംബം. നമ്മുടെ ഈഗോ ഒന്ന് മാറ്റിവെക്കാനായിട്ട് സാധിക്കുമോ? പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 4 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ സൂചിപ്പിക്കുന്നു, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ പുകഴുവാൻ എന്ത്? ദർ ഈസ് നത്തിങ് ടു ബി പ്രൗഡ് ഓഫ് ഇൻ അവർ ലൈഫ്. ജീവിതത്തിലൊന്നും പുകഴാനില്ല, തന്നത് മാത്രമേ ഉള്ളൂ. നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, സൗന്ദര്യമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, കുടുംബമുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ സമസ്ത നന്മകളുണ്ടെങ്കിൽ ഇതെല്ലാം ദാനമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ദാനം തന്നവനെ നീ മറന്നുപോകാൻ, ദാനം സ്വീകരിച്ചിട്ട് ദാതാവിനെ മറന്നുപോകുവാൻ ഇടയാവരുത്. എൻ്റെ നിങ്ങളുടെയൊക്കെ ഇന്നത്തെ അടിസ്ഥാന അപജയത്തിൻ്റെ പ്രശ്നം ഇതാണ്. പലപ്പോഴും ദാതാവിനെ മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് വിനയപ്പെടുവാനോ താഴുവാനോ സാധിക്കാത്തത്. ഈഗോ നമ്മിൽ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് കാരണം അതാണ്. ഇവിടെയാണ് അമ്മ സുന്ദരമായൊരു പാഠം പഠിപ്പിക്കുന്നു. സ്വയം പരിത്യാഗത്തിൻ്റെ, വെറുമയാക്കപ്പെടലിൻ്റെ ഒരു വലിയ പാഠമാണ് ഈ പരിശുദ്ധ നോമ്പിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. അത് സാധിക്കുമോ? രണ്ടാമത് വീണ്ടും അമ്മയുടെ ചരിത്രത്തിലേക്ക് നാം പരിശോധിക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിൻ്റെ വഴിത്താരകൾ സുന്ദരമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 2 അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് പഠിക്കുന്നത്. അവിടെ പറയുന്നത് സാന്ത്വനത്തിൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷയുടെ ഭാവമാണ്. സാന്ത്വനത്തിൻ്റെ ഭാവമാണ്, ശുശ്രൂഷയുടെ ഭാവമാണ്. അമ്മ വളരെ വ്യത്യസ്തയാകുന്നതിലൂടെയാണ് വാസ്തവത്തിൽ ആത്മീയതയുടെ രണ്ടാമത്തെ തലമാണ്. ദൈവബന്ധത്തോടൊപ്പം തൻ്റെ ജീവിതം തനിക്ക് മാത്രമുള്ളതല്ലെന്നും അത് മറ്റുള്ളവരോട് പങ്കിടുവാനുള്ളതാണെന്നും അവരുടെ കണ്ണുനീരൊപ്പാനുള്ളതാണെന്നുള്ള തിരിച്ചറിവാണ്. ഇവിടെയാണ് സാന്ത്വനത്തിൻ്റെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠമായ ഭാവം നമുക്ക് അമ്മയിലൂടെ ഇവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാവുന്നത്. സംഭവ പശ്ചാത്തലം നമുക്കറിയാം. അത് കാനാവിലെ വിരുന്നു ഭവനമാണ്. അവിടെ അമ്മ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്. വാസ്തവത്തിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവിടെ കാലുമ്മേ കാലുവെച്ച് സന്തോഷത്തോടെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കഴിച്ചും കുടിച്ചുമൊക്കെ ഇരുന്നാൽ മതി. അവിടെ നടക്കുന്ന മറ്റു വിഷയങ്ങളൊന്നും അമ്മയെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഞാനും നിങ്ങളൊക്കെ അങ്ങനല്ലേ? ഏതെങ്കിലുമൊക്കെ വീടുകളിൽ നാം കടന്നു ചെല്ലുമ്പോൾ അത് വിശേഷ അവസരങ്ങളാവട്ടെ, സങ്കട അവസരങ്ങളാവട്ടെ, കേവലം കാഴ്ചക്കാരെ പോലെ ഇരിക്കാറല്ലേ ഉള്ളൂ. അമ്മ അതല്ല. ഇവിടെയാണ് അമ്മയുടെ വ്യത്യാസം. താൻ ചെല്ലുന്നിടത്ത് ഒരിക്കലും ആരും വ്യസനിക്കുവാൻ, ദുഃഖിക്കുവാൻ, സങ്കടപ്പെടുവാൻ, നിരാശപ്പെടുവാൻ, അവിടെ ഒരു ഇല്ലാഴിയും ഉണ്ടാകുവാൻ ഇടയാവരുത്. ഞാനും നിങ്ങളുമൊക്കെ ഈ മനോഭാവം വെച്ചു പുലർത്തിയാൽ എത്ര സുന്ദരമാകും ഈ ലോകം. അമ്മയുടെ മനോഭാവം അതാ. ക്ഷണിക്കപ്പെട്ട അതിഥിയായി വിരുന്നു ഭവനത്തിൽ കടന്നു വന്നവൾ അവിടെ ലഭിക്കുന്നതും വാങ്ങി ഭക്ഷിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോയാൽ മതി. അവിടുത്തെ ഒരു പ്രശ്നങ്ങളും അമ്മയെ ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെയാണ് അമ്മ വ്യത്യസ്തയാകുന്നത്. അതെ, വിരുന്നു ഭവനം പെട്ടെന്നൊരു വിലാവ് ഭവനം പോലെ മാറുകയാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിൽ ശിരസ് നമിച്ച് നിരാശപ്പെടേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആരാലും നിന്ദിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ആതിഥേയനെ സംബന്ധിച്ചുണ്ടാവുകയാണ്. അവിടെ പ്രധാന വിഭവം തീർന്നു പോവുകയാണ്. ഈ വിശദാംശങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതെല്ലാം നമുക്കറിയാം. ഇവിടെയാണ് അമ്മയുടെ മനോഭാവം. ആരും വന്ന് അമ്മയുടെ കാല് പിടിച്ചതായിട്ട് പറയുന്നില്ല, ആരും വന്ന് അമ്മയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതായിട്ട് പറയുന്നില്ല. അമ്മയുടെ മധ്യസ്ഥതയുടെ സുന്ദരമായൊരു പ്രതീകമാണ് ഇവിടെ കാണുന്നത്. നിൻ്റെ ഇല്ലവല്ലാഴികളുടെ അക്കമിട്ട് നീ നിരത്തേണ്ട കാര്യമില്ല. അമ്മയ്ക്കറിയാം. ഇതൊരു അമ്മയുടെ ഭാവം, ഇതാ അമ്മയുടെ ശ്രേഷ്ഠത, ഇതാ ഒരു അമ്മയ്ക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മറ്റു മധ്യസ്ഥന്മാരെ കുറച്ച് കാട്ടുകയല്ല. അമ്മയുടെ മധ്യസ്ഥതയുടെ പ്രത്യേകം നിൻ്റെ കുറവുകൾ നിന്നിലേക്ക് കടന്നു വന്ന്, നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന്, നിൻ്റെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ഇല്ലവല്ലാഴികൾ അറിഞ്ഞ് അതിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്ന ശ്രേഷ്ഠമായ മധ്യസ്ഥതയുടെ അതുല്യമായ അനുപമായ ഒരു ഭാവമാണ് അമ്മയിൽ നമുക്ക് ഇവിടെ ദർശിക്കുവാൻ തക്കവണ്ണം ഇടയാവുന്നത്. തൻ്റെ ഏകജാതൻ്റെ അരികിലേക്ക് വരിക, ഒരു ഹ്രസ്വമായ സംഭാഷണം അവിടെ നടക്കുക. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു സംഭാഷണവുമാണ്. അതിൻ്റെ വൈരുദ്ധ്യത്തിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇത് സാധിച്ചു കൊടുക്കണം, അവരുടെ പ്രയാസം എന്താണെന്ന് അറിയിക്കുന്നു. തമ്പുരാൻ്റെ മറുപടിയുണ്ട്. വാസ്തവത്തിൽ എനിക്കും നിനക്കും എന്ത് എന്നുള്ള ചോദ്യം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവിടെ പറയുന്നത് എൻ്റെ നാഴിക ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മയുടെ പരസ്പരം പിരിയുന്നത്. പക്ഷേ ഇതിൽ അമ്മ രണ്ടാമത് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇത് കേട്ട മാത്രയിൽ അമ്മ നിരാശയോടെ മടങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിയല്ല. അമ്മ പ്രത്യാശയോടെ പരിചാരകരുടെ അടുക്കിലേക്ക് ചൊല്ലുക. അവരോട് പറയുന്നതാണ് പാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കുക എന്ന് പറയുന്നത്. അവർക്കറിയാം, അമ്മയ്ക്ക് കൃത്യമായ ബോധ്യം
തൻ്റെ ഏകജാതൻ്റെ മുമ്പിൽ താൻ സമർപ്പിക്കുന്ന വിഷയത്തിൻ്റെ ആഴവും വ്യാപ്തിയും അറിഞ്ഞ് അതിനോട് ശുഭകരമായി ധനാത്മകമായി പ്രതികരിക്കുന്ന അമ്മയാണെന്നുള്ള ബോധ്യം. ഇവിടെയാണ് പ്രസക്തമായ ചോദ്യം. ഹൗ ഫാർ യു ആർ കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ ചിൽഡ്രൻ? നിൻ്റെ കുഞ്ഞിനെ കുറിച്ച്, നിൻ്റെ മക്കളെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ്. എത്ര അമ്മമാർക്ക് അപ്പന്മാർക്ക് മക്കളെക്കുറിച്ച് ഈ തികഞ്ഞ ബോധ്യമുണ്ട്? ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ, ഞാൻ ചിന്തിക്കുന്ന വിധത്തിൽ, ഞാൻ ചോദിക്കുന്ന വിധത്തിൽ, ഞാൻ പറയുന്ന വിധത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയുന്ന എത്ര മാതാപിതാക്കളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്? ഒരുപക്ഷെ ഇന്ന് കുടുംബങ്ങളുടെയൊക്കെ വലിയ പരാജയത്തിൻ്റെ കാരണം ഇതാണ്. ഈ റാപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഈ വ്യക്തി ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, പരസ്പര ബോധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അമ്മ മകനിലുള്ള പൂർണ്ണമായ വിശ്വാസം, അതിന് പരിഹാരം കാണുന്നു. ഇവിടെ അതും ആ വഴി ഞാൻ പെട്ടെന്ന് പോവുകയാണ്, ആ ഭാഗത്തുനിന്ന് വിടുകയാണ്. ഇവിടെയും നാം കാണുന്നത് അമ്മയുടെ വിശ്വാസമാണ്. അമ്മയുടെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷയുടെ ഭാവമാണ്. അവരെ ഏത് വിധേനയും സഹായിക്കണം, അവർക്ക് നന്മയുടെ അനുഭവത്തിലേക്ക് അവരെ നയിക്കണം, സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരണം. ഇതിനു വേണ്ടിയുള്ള വലിയ ശ്രമമാണ്. അവരൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട് ഏറ്റെടുക്കുകയാണ്. ഇവിടെയാണ് പ്രസക്തമായ ഭക്തിയുടെ ഒരു തലമാണത്. ഞാനും നിങ്ങളുമൊക്കെ പലരെയും കണ്ട് സന്ദർശിച്ച് പറയാറുണ്ട് പ്രാർത്ഥിക്കുമെന്നൊക്കെ. എന്താ ആത്മാർത്ഥത അതിനകത്തുള്ളത്? നമ്മുടെ പ്രാർത്ഥന ഫലവത്തായ പ്രാർത്ഥനയായി തീരണമെങ്കിൽ അവരൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമായി ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഇവിടെയാണ് അമ്മ കാട്ടുന്ന മാതൃക. ഈ വിരുന്നു ഭവനത്തിലെ സങ്കടങ്ങൾ സ്വന്തം സങ്കടമായി ഏറ്റെടുക്കുകയാണ്. ഒരുപക്ഷെ തമ്പുരാൻ്റെ കൽവറി കുരിശിൽ ഗത്സമന തോട്ടത്തിൽ തന്നോടൊപ്പമായി ഒരുപക്ഷെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട പത്രോസും കൂട്ടരും വല്ലാണ്ട് കിടന്ന് ഉറങ്ങിയപ്പോൾ തമ്പുരാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തേ അല്പം കൂടെ ഉണർന്നിരുന്നാൻ കഴിഞ്ഞില്ലേ? തൻ്റെ ഗുരുനാഥൻ്റെ ദുഃഖം തൻ്റെ ദുഃഖമായി നെഞ്ചിലേറ്റാൻ പത്രോസ് പരാജയപ്പെടുകയാണ്. അതിന് കൊടുക്കേണ്ടി വന്ന വില നമുക്കറിയാം, വലിയ വില കൊടുക്കേണ്ടി വന്നു. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ അവരൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി, അത് കുടുംബാംഗങ്ങളാകട്ടെ, ഒരേ സഭവിശ്വാസത്തിൻ്റെ പങ്കാളികളാവട്ടെ, ജീവിതം പങ്കിടുന്ന പങ്കാളിയെ സംബന്ധിച്ചുള്ളതാവട്ടെ, ഏത് തലങ്ങളിലാണെങ്കിലും അവരൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുവാനും പരിഹാരം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കുമോ? അമ്മ വ്യത്യസ്തയാവുന്ന അവിടെയാണ്. അമ്മയുടെ ശുശ്രൂഷയുടെ മഹത്വം നാം ദർശിക്കുന്നത് അവിടെയാണ്. അവരൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട് നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും. വീണ്ടും രണ്ടാമതൊരു സംഭവമുണ്ട്. അത് യേശുതമ്പുരാൻ്റെ തിരുപ്പിറവിയെക്കുറിച്ചുള്ള വചനിപ്പ് കഴിഞ്ഞതിന് ശേഷം അമ്മ ഒരു യാത്രയ്ക്ക് തിരിക്കുകയാണ്. എവിടേക്കാണ് അമ്മ യാത്ര പോകുന്നത്? മലനാട്ടിലേക്കാണ്. അത് അടുത്തുള്ള പട്ടണമല്ല, ഏകദേശം 172 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് ഇന്നത്തെ കണക്കൂട്ടനുസരിച്ച്. അത്ര ദൂരമാണ്. ഏകദേശം 5 ദിവസമെടുക്കും. ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ള പ്രദേശം. ഇന്ന് യാത്രാ സൗകര്യങ്ങളുണ്ട്, മാർഗങ്ങൾ കുറച്ച് സുഗമമാണ്. അന്ന് ഇതൊന്നുമില്ലാത്ത ഭയപ്പാട്. കൊച്ചു പെൺകുട്ടിയല്ലേ, ഒരുപക്ഷെ അവിടെ മനസ്സ് വല്ലാതെ നീറുന്ന നെരിപ്പോട് നെഞ്ചിലേറ്റ് നിൽക്കുകയാണ്. വിവാഹത്തിന് നിശ്ചയം ചെയ്യപ്പെട്ടവൾ വിവാഹബന്ധത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനുള്ള നിയോഗം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എന്തെല്ലാം പ്രശ്നമാണ്. ഭയപ്പാടുകളാവും, ഒരുപക്ഷെ ആശങ്കയുടെ വല്ലാത്ത അനുഭവങ്ങളാവില്ലേ. പക്ഷേ ഇതൊക്കെ വെച്ചുകൊണ്ട് അവൾ പോവുകയാണ്. എന്തിനാണ്? ബെഡ് റെസ്റ്റ് എടുക്കാൻ പോകണം. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയാണ്. ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയസ്സേത് 9 മാസവും വലിയ ഓട്ടവും ചാട്ടവും ഇല്ലാതെ ഒതുങ്ങിക്കൂടുകയാണ്. ബെഡ് റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ബെഡ് റെസ്റ്റ് എടുക്കാനല്ല പോകുന്നത്, അവൾ ഒളിച്ചിരിക്കുവാനല്ല പോകുന്നത്, അവളുടെ സ്വയമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല പോകുന്നത്. വേദപുസ്തകത്തിൽ നാം കാണുന്ന മലനാട്ടിൽ തൻ്റെ ചാർച്ചക്കാരുടെ അരികിലേക്ക് വാർദ്ധക്യത്തിൽ 6 മാസം ഗർഭിണിയായി ഒരു കുഞ്ഞിന് വേണ്ടി ജന്മം കൊടുക്കുവാനിരിക്കുന്ന അവളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വേദന ഒപ്പിയെടുത്തുകൊണ്ട് അവളെ സാന്ത്വനിപ്പിക്കുന്ന ശുശ്രൂഷയുമായിട്ട് ഓടുകയാണ്. എത്ര സുന്ദരമായ കാഴ്ചയാണ് വാസ്തവത്തിൽ, എത്ര മനോഹരമായ കാഴ്ചയാണ്. അതെ, ശുശ്രൂഷയുടെ കരം നീട്ടിക്കൊണ്ട് ഓടുന്ന അമ്മയുടെ ചിത്രമാണ്. നമുക്ക് അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ദർശിക്കുന്നത് ഇത് തന്നെയാണ്. 2 സംഭവങ്ങൾ എടുത്ത് ഞാൻ കാട്ടിയെന്നുള്ളതേ ഉള്ളൂ. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് സാന്ത്വന ശുശ്രൂഷകളൊക്കെ സ്ഥാപനവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ചാരിറ്റികളൊക്കെ വല്ലാത്ത മേളകളായി കൊട്ടിഘോഷിക്കുന്ന ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത്. സ്കൂളുകൾ തുറക്കുമ്പോൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക. ഈ അടുത്ത കാലത്ത് നാം കാണുന്നുണ്ട്, വാസ്തവത്തിൽ പലയിടത്തും കാണുന്നുണ്ട്. ഒരു കൊച്ചു മൊബൈൽ ഫോൺ, ഒരു കൊച്ചു TV, അല്ലെ പഠന പദ്ധതികളുടെ ഉപകരണങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട്
വല്ലാത്ത ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കുകളിലും അല്ലെങ്കിൽ വാട്സാപ്പിലും അല്ലെങ്കിൽ ഇതര മീഡിയകളിലുമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫലമുണ്ട് നമുക്കറിയാമോ. ആ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആളിൻ്റെ മുഖത്തെ വല്ലാത്തൊരു ഭാവമുണ്ട് വാസ്തവത്തിൽ. അതുകൊണ്ടാക്കുന്ന വല്ലാത്ത ഒരു വേദനയുണ്ട്, ഒരു നുറുക്കമുണ്ട് അതിൻ്റെ പിന്നിൽ. അതിൻ്റെ ഭാവിയെ ബാധിക്കുന്ന വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ട് അതിൻ്റെ പിന്നിൽ. പലപ്പോഴും ഞാനും നിങ്ങളും അതൊക്കെ ഒന്നും ഓർക്കുന്നില്ല. നമ്മൾ ചാരിറ്റികളൊക്കെ മേളകളാക്കാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ തുകകളുടെ ചാരിറ്റി, ഒരുപക്ഷെ അത് വിവാഹത്തിൻ്റെ സഹായനിധിയാവാം, അല്ലെങ്കിൽ ചികിത്സാ സഹായനിധിയാകാം, അല്ലെങ്കിൽ പാഠ്യപഠന പദ്ധതികളുടെയൊക്കെ ആകാം, ഏത് വിധത്തിലായിക്കൊള്ളട്ടെ. അതൊക്കെ വലിയ മേളകളാക്കിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ ഇവരെ എഴുത്തിക്കാണിക്കുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഒരുപക്ഷെ സഹായിക്കുന്നു എന്ന വ്യാജേന ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന വല്ലാത്ത മുറിപ്പാടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുടക്കുന്ന കാശിനെക്കാട്ടിൽ എത്രയോ കാശ് മുടക്കിയാണത് മേളകളാക്കുന്നത്. ഏതായാലും കോവിഡ് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വലിയ ആഘോഷങ്ങൾക്കൊക്കെ ഒരു വിരാമമിടാൻ മനുഷ്യൻ സാധിച്ചിട്ടോ സഭ വിചാരിച്ചിട്ടോ ഒന്നും സാധിച്ചില്ല. തമ്പുരാൻ അത് കൃത്യതയോടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ആഘോഷങ്ങളൊക്കെ പോയി, എല്ലാ രംഗങ്ങളെയും ആഘോഷങ്ങൾ പോയി. ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും വലിയ വലിയ ആഘോഷങ്ങളാക്കുന്ന സ്ഥിതിവിശേഷങ്ങൾക്ക് എല്ലാം തമ്പുരാൻ വിരാമം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു സൂക്ഷ്മാണുവിനെ വിട്ടുകൊണ്ട്, ഈ സൂക്ഷ്മ അണുവിനെ വിട്ടുകൊണ്ട് എല്ലാത്തിനും ഒരു തീരുമാനം തമ്പുരാൻ എടുത്തിരിക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ചാരിറ്റികൾ വലിയ മേളകളാക്കുന്ന കാലത്തിലാണ് അമ്മ ശ്രേഷ്ഠമായ. തമ്പുരാൻ പറഞ്ഞത് എന്താ? നിന്റെ ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഈ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതുമായ ആളുകൾ തമ്മിലുള്ള ഒരു സ്വകാര്യ വിഷയമായിട്ട് തീരുമ്പോൾ ആ ആളിൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അത് 4 പേര് അറിയുമ്പോൾ അത് സ്വീകരിക്കുന്ന ആളിൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു മുറിപ്പാടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ നന്മയുടെ പ്രവൃത്തിക്ക് അതിന് വേണ്ടാത്ത ഒരു പബ്ലിസിറ്റി അല്ല, അതിനപ്പുറമായി അതൊരു ശുശ്രൂഷയുടെ ഭാഗമായി കാണുമ്പോഴാണ് അതിനെ ശാന്തതയോടെ നിർവഹിക്കുവാൻ, അതിനെ അനുഗ്രഹത്തോടെ നിർവഹിക്കുവാനുള്ള മനോഭാവം തമ്മിൽ വരുന്നത്. ഇവിടെയാണ് അമ്മ വ്യത്യസ്തയാവുന്നത്. താൻ മലനാട്ടിലേക്ക് ഓടുമ്പോഴും കാനാവിൽ വിഷയത്തിന് പരിഹാരമുണ്ടാക്കുമ്പോഴുമൊക്കെ അമ്മയുടെ ചിന്തയതാണ്. അവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട് ഏറ്റെടുക്കുകയാണ്. തൻ്റെ നെഞ്ചിലേക്കത് സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. നമുക്ക് നല്ല ശുശ്രൂഷകൾ, പരിത്യാഗത്തിൻ്റെ ശുശ്രൂഷകൾ, ചാരിറ്റികൾ, സാന്ത്വനത്തിൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ തക്കവണ്ണം ഇടയാകുമോ? തിരുവെഴുത്തിൽ അനേക സംഭവങ്ങളെ വിവരിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ തന്നെ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ സിംഹാസനത്തിൽ എഴുന്നള്ളി വരുന്ന കർത്താവ് ഒരു ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു നല്ല ആഖ്യാനമാണ് അവിടെ കൊടുക്കുന്നത്. അവിടെ പറയുന്നു, ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തുഭാഗത്തും നിർത്തുകയാണ്. എന്നിട്ട് തമ്പുരാൻ അനുഗ്രഹത്തോടെ പ്രവചിക്കുകയാണ്, വലത്തുഭാഗത്തുള്ളവരെ നിത്യ അനുഭവങ്ങളിലേക്കും ഇടത്തുഭാഗത്തുള്ള നിത്യദണ്ഡനങ്ങളിലേക്കും. കാരണം എന്താണ്? അതിൻ്റെ വിധിന്യായം വായിക്കുമ്പോൾ, തന്നേക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എപ്പോൾ അങ്ങ് വിശക്കുന്നവനായി, അങ്ങ് ദാഹിക്കുന്നവനായി, അങ്ങ് വസ്ത്രമില്ലാത്തവനായി, രോഗിയായി, തടവിലാക്കപ്പെട്ടവനായി ഒക്കെ കണ്ട് ഞങ്ങളിത് ശുശ്രൂഷ അനുഷ്ഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. എളിയവന് ചെയ്തത് എനിക്ക് ചെയ്തതാണ്. മറുവശത്ത് ഇടതുഭാഗത്തുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങളിതെല്ലാം എനിക്ക് നിഷേധിച്ചു, വിശന്നപ്പോൾ ഭക്ഷണം തന്നില്ല, ദാഹിച്ചപ്പോൾ കുടിക്കാൻ തന്നില്ല. അവരും സങ്കടത്തോടെ, നെടുവീർപ്പോടെ, വിലാപത്തോടെ തമ്പുരാനോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് അങ്ങേക്കിത് നിഷേധിച്ചത്? മറുപടി ശുദ്ധമാണ്. അവിടെ പറയുന്നു, എളിയവന് നിഷേധിച്ചത് എനിക്കാണ് നിഷേധിച്ചത്. ഇവിടെയാണ് വളരെ ശ്രേഷ്ഠമായ, എളിയവന് ചെയ്യുന്നത് ദൈവത്തിന് ചെയ്യുകയാണ്. ഞാനും നിങ്ങളും ചെയ്യുന്ന എല്ലാ ചാരിറ്റിയും അത് ദൈവത്തിനാണ്. അങ്ങനെ ദൈവത്തിനാണ് ചെയ്യുന്നതെങ്കിൽ എന്തേ അതിനകത്ത് പബ്ലിസിറ്റി ആവശ്യമായിരിക്കുന്നത്? അവിടെ എന്തിനു വേണ്ടിയാണ് നാം വല്ലാതെ ബേജാറാവേണ്ട കാര്യം എന്നാണ്? അവിടെയാണ് അമ്മയുടെ മനോഹരമായ ശ്രേഷ്ഠമായിട്ടുള്ള പൈതൃകവും ശ്രേഷ്ഠമായിട്ടുള്ള മാതൃകയും നമുക്ക് സ്വായത്തമാക്കേണ്ടത്. ധനവാന്റെയും ലാസറിൻ്റെയും അനുഗ്രഹകരമായ പ്രതിപാദ്യം തമ്പുരാൻ ഉപമയായി പറയുമ്പോഴും ശ്രദ്ധേയമായ ചിന്ത ഒന്ന് മാത്രമാണ്. ധനവാന് സ്വർഗരാജ്യം നിഷേധിക്കാൻ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ എവിടെയും മറ്റ് ചിന്തകളൊന്നും കാണുന്നില്ല. അവിടെ പറയുന്നത് വാസ്തവത്തിൽ എല്ലാ നന്മയുടെയും ഒക്കെ ഉറവിടമായിരുന്നിരിക്കാം. അവിടെ ഒരു കാര്യം, തൻ്റെ പടിവാതുക്കലെ ലാസറെ നിഷേധിച്ചു എന്നുള്ളത് മാത്രമാണ് വാസ്തവത്തിൽ ധനവാന് സ്വർഗരാജ്യം നിഷേധിക്കാനിടയാത്.
പടിവാതിക്കലെ ലാസറെ കണ്ടില്ലെന്നടിച്ചു. അവൻ തിരസ്കരിച്ചു. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ചുറ്റുപാടുകളിൽ, ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിൽ, ജീവിക്കുന്ന ഇടങ്ങളിൽ, ചുറ്റുപാടുകളിലൊക്കെ എത്രയെത്രയോ ലാസറന്മാരെ കണ്ടില്ലെന്ന് നടിച്ച്. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടങ്ങളിൽ എനിക്ക് ചുറ്റും വേദനിക്കുന്ന ആളുകളുണ്ടോ? ഞാൻ ശുശ്രൂഷിക്കുന്ന ആലയത്തിൽ വേദനിക്കുന്ന ആളുകളുണ്ടോ? ഇതൊക്കെ നാം ആത്മശോധന ചെയ്യേണ്ടത് കാലം. എൻ്റെ കുടുംബങ്ങളിൽ വേദനിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ഭക്ഷണത്തിനിടമില്ലാത്ത ആളുകളുണ്ടോ? ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുമോ? ഇവിടെ ഒന്നും പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. ഒരുപക്ഷെ ഏത് കാര്യങ്ങൾ നാം ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോഴും, മറ്റുള്ളവരെ സഹായിക്കുവാൻ ചെയ്യുമ്പോഴും, അതൊക്കെ നന്മയുടെ മനസ്സോടുകൂടി ക്രിസ്തു പറഞ്ഞ അനുഗ്രഹീത മാനദണ്ഡം ഉൾക്കൊണ്ടുകൊണ്ട്, ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയില്ലെന്നുള്ള തിരിച്ചറിവോടെ ദൈവത്തിന് ചെയ്യുന്നതാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. അവന് കൊടുത്താൽ അതിൻ്റെ 10 ഇരട്ടി നിനക്ക് സമൃദ്ധിയായിട്ട് കിട്ടും, സംശയമൊന്നുമില്ല. അതിൻ്റെ ഉദ്ദേശശുദ്ധി തമ്പുരാൻ ചോദ്യം ചെയ്യുവാൻ ഇടയാകരുതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നന്മ ചെയ്യുവാൻ, അമ്മയുടെ മാതൃക ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ? വിസ്താര ഭയത്താൽ ഞാനത് വിടുകയാണ്. അമ്മയുടെ മൂന്നാം ഭാവത്തിലേക്ക് നാം കടക്കുകയാണ്. ഒരുപക്ഷെ ലോകം മുഴുവൻ ഭാഗ്യവതി എന്ന് വാഴ്ത്തുവാൻ അമ്മയുടെ ഭക്തി ജീവിതമാണ് ഇടയായതെങ്കിൽ, ഭക്തി ജീവിതത്തിൻ്റെ മൂന്നാമത്തെ വഴിത്താരെയാണ് സഹനത്തിൻ്റെ ആൾരൂപമായിട്ട് അമ്മ മാറുകയാണ്. വലിയൊരു സഹനത്തിൻ്റെ ആൾരൂപമായിട്ട് മാറുകയാണ്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നൊരു സ്ത്രീയായിട്ടാണ്. സ്ത്രീകളുടെ സ്വഭാവം പൊതുവെ സ്ഥൈർണ സ്വഭാവം, വികാരങ്ങളെ അല്പം പ്രകടമാക്കുന്നതാണ്. അത് ദുഃഖമാണെങ്കിൽ കണ്ണുനീരിൻ്റെ ഒരു നീർച്ചാല് തന്നെ ഒഴുകും. സന്തോഷമാണെങ്കിലും തുള്ളിച്ചാടാനിടയുണ്ട്. ഇത് സ്ഥൈര്യഭാവമാണ്. പക്ഷെ അസാമാന്യമായ ധൈര്യം കാട്ടിയ ഒരു സ്ത്രീത്വത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സമ്മിശ്ര ജീവിത അനുഭവങ്ങളെ, അവനവങ്ങളെ സമചിത്തതയോടെ കണ്ട, നേരിട്ട ഒരു സ്ത്രീത്വത്തെയാണ് കന്യാമറിയാമിൽ കാണാൻ സാധിക്കുന്നത്. ഒരു വശം എത്ര സുന്ദരമാണ്, എത്ര ഉജ്ജ്വലമാണ്. സന്തോഷത്തിൻ്റെ കൊടുമുടിയേറാൻ ഇതിൽ പരം വല്ലതും വേണോ? അമ്മയുടെ ചിന്ത നോക്കിയിട്ട് മലനാട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മയെ സ്വീകരിച്ച ഒരു അഭിവാദ്യമുണ്ട്. എന്താ? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ ഭാഗ്യം എവിടെ നിന്നുണ്ടായി? എലിശബ പറഞ്ഞ വാക്കാ. ഒരുപക്ഷെ അമ്മയ്ക്ക് ഇതിൽ പരം ഒരു പുകഴ്ചയുണ്ടോ? ഒരു നെരിപ്പോട് നെഞ്ചിലേറ്റിക്കൊണ്ട് വന്ന ആ കൊച്ചു പെൺകുട്ടി തൻ്റെ ചാർച്ചക്കാരുടെ വാക്ക് കേട്ടാൽ എന്തേ തുള്ളിച്ചാടാതിരിക്കുമോ? പക്ഷെ അവൾ തുള്ളിച്ചാടുകയില്ല. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. താൻ ജന്മം കൊടുക്കാൻ പോകുന്ന ഉദരത്തിൽ ഉരുവായിരിക്കുന്നത് ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവ് തൻ്റെ ചാർച്ചക്കാരുടെ അനുഗ്രഹീത വചസ്സുകളിലൂടെ കേൾക്കുമ്പോഴും അമ്മയ്ക്ക് ഇളക്കങ്ങളോ ചാട്ടങ്ങളോ ഒന്നുമില്ല. ഇന്നൊരു പക്ഷേ ആത്മീയത തന്നെ ചാട്ടത്തിൻ്റെ ഇളക്കത്തിൻ്റെയൊക്കെ ഒരു കാലങ്ങളിലാണ്. ഇവിടെയാണ് അമ്മ വ്യത്യസ്തയാവുന്നത്. വളരെ ശാന്തയായി നിൽക്കുകയാണ്. ഇനിയും തമ്പുരാനോടൊപ്പമുള്ള യാത്രയിൽ നോക്കിയാട്ട് എത്ര അത്ഭുതങ്ങൾക്ക് അമ്മ ദൃക്സാക്ഷിയായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോഴും, അതിനപ്പുറം കുരുടന് സൗഖ്യം കൊടുക്കുമ്പോഴും, മുടന്തരം നടത്തുമ്പോഴും, കൂനിയെ നിവർത്തുമ്പോഴും, അനേക അത്ഭുതങ്ങൾ. എന്തിനും മരിച്ചവരെ ഉയർപ്പിക്കുമ്പോഴും, ലാസറിൻ്റെ കല്ലറയിൽ നിൽക്കുന്ന വിജയശ്രീലാളിതനായി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ അമ്മയ്ക്ക് അഭിമാനിക്കാൻ, സന്തോഷിക്കാൻ എന്തെല്ലാമുണ്ട്. പക്ഷെ അമ്മ ഒരിക്കലും ആ നിലയിലല്ല. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, സന്തോഷത്തിൻ്റെ കൊടുമുടി കയറിയപ്പോഴും അമ്മ ഒരു വികാരവിക്ഷോഭങ്ങളുമില്ലാതെ ശാന്തയായി വളരെ ധന്യതയോടുകൂടി നിൽക്കുകയാണ്. ഇതിൻ്റെ മറുവശം നോക്കിയേ. ഇത്ര കണ്ട് ദുഃഖത്തിൻ്റെ നെരിപ്പോടും നെഞ്ചിലേറ്റിയ ഒരു സ്ത്രീയോ ഒരു വ്യക്തിയോ ഈ പ്രപഞ്ചത്തിലുണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെയെങ്കിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് കുഞ്ഞിനെയും ഏന്തിക്കൊണ്ട് ചെല്ലുമ്പോൾ ശിമയോൻ കയ്യിൽ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു. അമ്മയുടെ മുഖത്തേക്ക് നോക്കി ആരും പറയാൻ മടിക്കുന്ന ഒരു പ്രവചനം, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ഒരുപക്ഷെ അമ്മ പോലും ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അത് കേട്ടപ്പോൾ. പക്ഷെ പിന്നീട് ചരിത്രം തെളിയിച്ചു. തൻ്റെ മകനിൽ ഓർത്ത് ഇത്ര കണ്ട് ഹൃദയത്തിൽ വാളുകൊണ്ട് അറുക്കപ്പെട്ട, മുറിക്കപ്പെട്ട അനുഭവം ഒരു സ്ത്രീകൾക്കും ഈ ചരിത്രത്തിലുണ്ടായിട്ടില്ല. തൻ്റെ സ്വന്തം മകനെ കുടുംബാംഗങ്ങൾ പോലും ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോൾ ഏത് മാതൃഹൃദയമാണ് വേദനിക്കാതിരിക്കുക? ഒരുപക്ഷെ തൻ്റെ സന്നിധിയിലേക്ക് തൻ ജന്മം കൊടുത്ത മകനെ കല്ലെറിയുവാൻ ഓങ്ങി നിൽക്കുന്ന യഹൂദ മതപ്രമാണികളുടെ ഭീഭത്സമായ മുഖം കാണുമ്പോൾ ഏതമ്മയാണ് വിതുമ്പാതിരിക്കുക? ഒരുപക്ഷെ നിഷ്കാമ കർമ്മം ചെയ്ത് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി അനുഗ്രഹത്തോടെ സ്വയം സമർപ്പിതനായി ആവോളം ഉറക്കവും ഊണുമൊഴിഞ്ഞുകൊണ്ട് ആവോളം സഞ്ചരിച്ചു ജീവിച്ച തൻ്റെ മകനെ ഒരു കൊലപാതകിയെപ്പോലെ, കുറ്റക്കാരനെ പോലെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ബന്ധനസ്ഥനാക്കി നിർത്തുന്ന കാഴ്ച കാണേണ്ടി വരുന്ന അമ്മ എത്രയധികം വേദനയുടെ ഭാവമായിട്ട് മാറേണ്ടി വരികയാണ്. വാസ്തവത്തിൽ അതിൽ പരം വേദന ഏതമ്മയാണ് അനുഭവിക്കേണ്ടി വരിക?
തീർന്നോ? അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ശരീരം മുഴുവൻ വിണ്ട് ചാലുകീറുന്നത് പോലെ അടിച്ച് ചാട്ടവാറിട്ടടിച്ച് അവൻ്റെ മാംസത്തുണ്ടുകൾ പറിഞ്ഞുപോയ ആ കാഴ്ച കാണേണ്ടി വരുന്ന അമ്മ എത്ര ഹതഭാഗ്യാണ് വാസ്തവത്തിൽ. തീർന്നോ? അവനേക്കാട്ടിൽ വലിയ കുരിശും തോളിൽ ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് സ്വയം നടന്നു പോകുവാൻ ത്രാണിയില്ലാതെ വീണു വീണ് കിടക്കുന്ന മകൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഏത് അമ്മയുടെ ഹൃദയമാണ് വാസ്തവത്തിൽ ചുട്ടുപഴുക്കാത്തത്? പക്ഷേ അമ്മയുടെ മുഖത്തേക്ക് നോക്കി, അവളുണ്ട് കാൽവറിയുടെ ചുവട്ടിൽ ഇരു കൈകളും വിരിച്ചാണികളാൽ തറയ്ക്കപ്പെട്ട്, കാലുകൾ ചേർത്താണികളാൽ തറയ്ക്കപ്പെട്ട്, നെഞ്ചിൻ്റെ വിലാവ് കുത്തി തുറക്കുന്നവനായി കാണപ്പെടുന്ന തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അമ്മയെ നോക്കിയാട്ട് ഒരു ഭാവവ്യത്യാസമില്ല. ദൈവഹിതം ഈ ഭൂമുഖത്ത് നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തിൻ്റെ അനുഭവമാവട്ടെ, സങ്കടത്തിൻ്റെ നെടുവീർപ്പിൻ്റെ അനുഭവം, ദൈവം അറിഞ്ഞും അനുവദിച്ചുമല്ലാതെ ഈ പ്രപഞ്ചത്തിലൊന്നും സംഭവിക്കില്ല എന്നുള്ള തിരിച്ചറിവുള്ള വിവേകമുള്ള സ്ത്രീയെ, അവളാണ് ലോകം മുഴുവൻ ഭാഗ്യവതി എന്ന് വാഴ്ത്തുക. ആ അമ്മ നിശ്ചേഷ്ടയായിട്ട് നിന്നത് അവളുടെ എല്ലാ ഭാവങ്ങളും നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, അവളുടെ വ്യക്തിത്വം മരവിച്ചു പോയതുകൊണ്ടല്ല, അവൾ ദൈവഹിതത്തിൻ്റെ നന്മ തിരിച്ചറിയുന്നവളാണ്. ദൈവം അറിഞ്ഞും അനുവദിച്ചുമല്ലാതെ പ്രപഞ്ചത്തിലൊന്നും സംഭവിക്കില്ലെന്നുള്ള വലിയ തിരിച്ചറിവാണ് അമ്മയെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയാവുന്നത്. ഈ ശ്രേഷ്ഠതയാണ് അമ്മയിൽ കാണുവാൻ തക്കവണ്ണം ഇടയാവുന്നത്. എത്ര ധന്യമായ കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അതേ, ദുഃഖത്തിലും സങ്കടത്തിലും ഒന്നും വ്യത്യാസങ്ങളില്ലാത്ത വളരെ സുഖദുഃഖ സമ്മിശ്ര ജീവിതാനുഭവങ്ങളെ സമചിത്തതയോടെ നേരിടുന്ന ഒരു വ്യക്തിത്വമാണ്. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം അവിടെയാണ്. അതാണ് സ്പിരിച്വൽ, അതിന് പറയുന്ന സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയും, ആത്മീയ പക്വത എന്ന് പറയും. ഇതെല്ലാവർക്കും പറ്റില്ല. നിസ്സാര വിഷയങ്ങൾക്ക് മുമ്പിലൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കുടുംബജീവിതമൊക്കെ കാറ്റിൽ പറത്തുന്ന എത്രയോ കുടുംബങ്ങളെ കാണാൻ സാധിക്കും. വീട് വിട്ടു പോകുന്ന അമ്മമാരെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ സാധിക്കും ചെറിയ ചെറിയ വിഷയത്തിൻ്റെ പേരിൽ. അതെ, പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് 6 മുഴം കയറിൽ ജീവിതം ഹോമിച്ച പിള്ളേരെ എനിക്കറിയാം, ഓർത്തഡോക്സുകാരെ തന്നെ. എന്തേ ഇതുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ: പക്വതയോടെ ജീവിതത്തെ നേരിടാൻ നമുക്ക് കഴിയുന്നില്ല. അതേ, ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. എപ്പോഴും സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ മാത്രം നിലനിന്നുമില്ല. അവിടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ഏറെ വേദനിക്കുന്ന ഒത്തിരി ഹൃദയങ്ങളുണ്ട്. സ്വന്തവും ബന്ധവും പ്രിയപ്പെട്ടവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയ വേദനിക്കുന്ന ഹൃദയങ്ങളുള്ള ആളുകളുണ്ട്. രോഗബാധിതരായിട്ടുള്ള വേദനിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ എല്ലാവരും നാട്ടിൽ, അല്ലെങ്കിൽ എല്ലാവരും വിദേശത്ത്, അവിടെയും ഇവിടെയുമായി പാർക്കേണ്ടി വരുന്ന വേദനിക്കുന്ന ഹൃദയങ്ങൾ. അതേ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന ദൈവജനമേ, വിശ്വാസികളുടെ സമൂഹമേ, അതെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഈ അമ്മ ഈ 15 നോമ്പിൽ ഒരു അനുഗ്രഹരമായ മധ്യസ്ഥതയാവട്ടെ. അമ്മയുടെ എത്ര ധന്യമായ ഭാവം, എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ആ സഹനത്തിൻ്റെ വലിയ മകുട ഉദാഹരണമായി തീരുന്ന അമ്മയുടെ ശ്രേഷ്ഠമായ ഭാവം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമോ? ഞാൻ ആ ഭാവം വിടുകയാണ്, എൻ്റെ സമാപനത്തിലേക്ക് വരികയാണ്. വീണ്ടും അമ്മയുടെ സുന്ദരമായൊരു ചിത്രമുണ്ട്. ഒരു സത്യാന്വേഷിയുടെ ചിത്രമാണത്. ഒരു സത്യാന്വേഷിയുടെ ചിത്രമാണ്. അമ്മ അന്വേഷിക്കുന്നത് സത്യമാണ്. അവൻ്റെ ക്രിസ്തുവിനെ, പ്രത്യേകിച്ച് അവൻ പശ്ചാത്തലം അറിയാം. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 45 വാക്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. യെരൂശലേം ദേവാലയത്തിലേക്ക് ഒരു യഹൂദനെ സംബന്ധിച്ച് പെരുന്നാളിൽ സംബന്ധിക്കുക, അതിനൊരു മുടക്കവും വരുത്തില്ല. അമ്മ പോവുകയാണ്, തമ്പുരാനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ബാലനാണവൻ, അമ്മയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്, അപ്പനും അമ്മയും ചേർന്ന് പോവുകയാണ്. വലിയൊരു ജനാവലിയാണ്. ദേശത്തും ലോകത്തുമുള്ള എല്ലാ യഹൂദന്മാരും ഒന്നിച്ച് ചേരിടുന്ന ഇടമാണ്. അവിടെ വാസ്തവത്തിൽ മണ്ണ് നുള്ളിയിട്ട താഴ്വീഴിൽ അത്ര കണ്ട് വലിയ ജനസഞ്ചയമാണ്. അവിടെ ആരാധനയും പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊക്കെ നിർവഹിച്ചിട്ട് മടക്കയാത്രയാണ്. 2 ദിനങ്ങളിലെ യാത്ര കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം തിരിച്ചറിയുന്നത്: കൂടെയുള്ളവനെ കാണുന്നില്ല, തൻ്റെ ഏകജാതനെ കാണുന്നില്ല, തൻ്റെ മകനെ കാണുന്നില്ല. അവൾ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട്. ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ചർച്ചക്കാരുടെ ഇടയിലുണ്ടാവാം, കൂട്ടത്തിലുണ്ടാവാം. പക്ഷേ അവൾ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ആത്യന്തികമായ ഒരു അന്വേഷണത്തിന് വേണ്ടി അവൾ തുനിയുകയാണ്. അതെ, അതാണ് സത്യാന്വേഷണത്തിൻ്റെ വഴി. അവൾ പിന്നീട് അമാന്തിച്ചില്ല, ആരുടെയും അഭിപ്രായത്തിന് കാത്തിരുന്നില്ല. വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ മടങ്ങിയെത്തിക്കൊള്ളുമെന്നല്ല കരുതുന്നത്. അവളുടെ മടക്കയാത്രയ്ക്ക് തിരികെയാണ്. എവിടേക്കാണ് മടക്കയാത്ര ചെയ്യുന്നത്? യെരൂശലേം ദേവാലയത്തിലേക്കാണ്. യെരൂശലേം ദേവാലയത്തിലേക്ക് അവൾ മടങ്ങുകയാണ്. ആലയ കേന്ദ്രീകൃതമായ ഒരു അന്വേഷണമാണ്. ഒരു സത്യാന്വേഷിയുടെ അന്വേഷണത്തിൻ്റെ തലമത ആലയ കേന്ദ്രീകൃതമായി. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഒന്നും അല്ല എന്ന ചിന്ത മനുഷ്യനെ ഭരിച്ചപ്പോൾ ദൈവം പോലും ആലയം അടച്ചിടേണ്ട ഗതികേടുണ്ടാക്കിയിരിക്കുകയാണ്.
ഇന്നത്തെ ലോകത്തിലെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ അറിയാം, ആലയങ്ങൾ മോസ്കുകളായി മാറുന്നു, മോസ്കുകൾ ക്ഷേത്രങ്ങളായിട്ടൊക്കെ മാറുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഇവിടെയാണ് ഒരു മടങ്ങിവരവുണ്ടാവേണ്ടത്. ഇവിടെ കേവലം കെട്ടിട സമുച്ചയത്തിൻ്റെ ഒരു ഇടമല്ല ദൈവാന്വേഷണത്തിൻ്റെ ഇടം. ഞാനും നിങ്ങളും ആലയമാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം വാക്യത്തിൽ പറഞ്ഞു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് സ്പിരിറ്റ് ഡ്വെൽസ് ഇൻ യു. നിന്നിൽ ദൈവാത്മാവ് വസിക്കുന്ന ഇടമാണ്, നീയാണ് ആലയം. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഉരുവാക്കിയത് ദൈവത്തിൻ്റെ പ്രതിരൂപവും ഛായയുമാണ്. We all are created in the likeness and image of God. അതുകൊണ്ട് നിന്നിലെ ദൈവത്വത്തെ കണ്ടെത്താൻ സാധിക്കുമോ? അതതിൻ്റെ പൂർണ്ണതയിലാക്കി തീർക്കുവാൻ സാധിക്കുമോ? മത്തായിയുടെ സുവിശേഷം 5-ാം 48 പറയുന്നത് പോലെ, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണ്ണനാകുന്നത് പോലെ ഒരു പൂർണ്ണതയിലേക്ക് എനിക്കെത്തിച്ചേരുവാൻ സാധിച്ചാൽ, എന്നിലെ ദൈവത്വത്തെ പ്രോജ്വലിപ്പിക്കുവാൻ സാധിച്ചാൽ, അവിടെയാണ് സത്വാന്വേഷിയുടെ വഴി, നിന്റെ അന്വേഷണത്തിൻ്റെ വഴിത്താരയും കണ്ടെത്തലും സമന്വയിക്കുന്ന ഇടമായിട്ട് അവിടെ തീരുകയാണ്. വാസ്തവത്തിൽ അങ്ങനെയുള്ള ഇടം മത്സ്യത്തിൻ്റെ വയറ്റിൽ യോനയ്ക്ക് ലഭ്യമായിട്ട് തീരുകയാണ്. അങ്ങനെയുള്ള ദമാസ്കോസിൻ്റെ പടിവാതിക്കൽ ഒരുപക്ഷെ ശൗല് പൗലോസായി തീരുമ്പോൾ കണ്ടെത്തുന്ന ഇടമായിട്ട് കാണുക. അത്തിയുടെ ചുവട്ടിൽ സക്കായി കണ്ടെത്തുന്ന ഇടവും മറ്റൊന്നുമല്ല. അവിടെ ഒന്നും കെട്ടിട സമുച്ചയത്തിൻ്റെ ഇടങ്ങളായിരുന്നില്ല. പക്ഷേ നീ ഒരു സത്യാന്വേഷിയാണോ? ഇതാണ് ചോദ്യം. അമ്മ താൻ അന്വേഷിച്ച് ചെല്ലുകയാണ്. ആലയ കേന്ദ്രീകൃതമായ അന്വേഷണത്തിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന അനുഗ്രഹീതമായ അനുഭവം. ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഭക്തി തലങ്ങൾ പോലും വികലമാക്കി ഒരു പ്രോസ്പെരിറ്റിയുടെ പിന്നാലെ പോകുന്ന, സമൃദ്ധിയുടെ പിന്നാലെ പോവുകയാണ്. അമേരിക്കയിൽ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ബെനിഹിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ക്രൂസൈഡ് ഗോസ്പലിൻ്റെ വലിയ പ്രോക്താവായിരുന്നു, വലിയ ധനാഢ്യനായ മനുഷ്യനായിരുന്നു. കോടിക്കണക്കിന് അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെയാണ് താൻ കൊട്ടാര സദൃശ്യമായ വീട്ടിലാണ് പൊറുക്കുന്നത്. താൻ യാത്ര ചെയ്യാൻ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും വേണ്ട, തൻ്റെ സ്വന്തം ജെറ്റിലാണ് ഒരു ക്രൂസൈഡിൽ മറ്റു ക്രൂസൈഡിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2019 ഫെബ്രുവരിയിൽ ലോകത്തോട് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. എന്തെന്നറിയാമോ? ആ വിളിച്ചു പറഞ്ഞത് മറ്റൊന്നുമല്ല, ഞാൻ 35 വർഷമായി എൻ്റെ ജനത്തെ കബളിപ്പിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു. ഈ പ്രോസ്പെരിറ്റി അല്ല ദൈവത്തിൻ്റെ സുവിശേഷം, കണ്ണുനീരിൻ്റെ വഴിയാണെന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, ആ 35 വർഷം വഞ്ചിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് നമ്മവിടെ കാണുന്നതെങ്കിൽ, നമ്മുടെ പിതാക്കന്മാർ എത്രയോ ശ്രേഷ്ഠമായി വഴിത്താര അനുഗ്രഹീതമായി കലാകാലങ്ങളിൽ തുറന്നു തന്നു. പരിശുദ്ധ പരിമല തിരുമേനി തുറന്നു വന്ന വഴിത്താര, പാമ്പാടി തിരുമേനി തുറന്നു വന്ന വഴിത്താര, 12 അപ്പോസ്തലന്മാർ തുടങ്ങി കലാകാലങ്ങളിൽ അനുഗ്രഹീത പിതാക്കന്മാരുടെ ജീവിത ശൈലിയുടെ വെട്ടിത്തുറന്ന കണ്ണുനീരിൻ്റെ വഴിത്താര. എന്തിന്? അവരെയൊക്കെ മാറ്റി നിർത്തിയാട്ട് നമ്മുടെയൊക്കെ പൂർവികന്മാർ മുണ്ടു മടക്കി ഉടുത്ത് പട്ടിണിയും പരിവട്ടവുമായി കിടന്നപ്പോഴും ചൂട്ടുകറ്റ തെളിയിച്ചുകൊണ്ട് ആലയത്തിലേക്ക് ആരാധനയിൽ പോകുമ്പോഴും ജീവിതത്തിൻ്റെ ശൂന്യതയുടെ നടുവിലും ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ നമ്മയൊക്കെ ഊട്ടി വളർത്തിയെങ്കിൽ അവിടെ കണ്ണുനീരൊഴിച്ച ചെറിയ ചാണകം മെഴുകിയ തറകളിൽ ഇന്ന് സമൃദ്ധിയുടെ കൂമ്പാരങ്ങളായി വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ കാണിച്ച വഴിത്താര ഇതൊക്കെ അമ്മ ശ്രേഷ്ഠമായി കാട്ടു തരികയാണ്. നമുക്ക് ഈ വഴിത്താരയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുമോ? സമൃദ്ധിയുടെ പിന്നാലെയുള്ള പരക്കം പാച്ചിലല്ല, കണ്ണുനീരിൻ്റെ വഴിത്താരയിലൂടെ. അമ്മ ഈ കണ്ണുനീരിൻ്റെ വഴിത്താരയിലൂടെ ശ്രേഷ്ഠമായിട്ട് യാത്ര ചെയ്തിട്ടുള്ളത്. ഈ കണ്ണുനീരിൻ്റെ വഴിത്താരയിലൂടെ ഒരു ദൈവദർശനം എൻ്റെ ഉള്ളിലെ എൻ്റെ ദൈവത്തെ കണ്ടെത്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് ആ ദൈവിക ഭാവം വളരുവാനും ആ ദൈവ സ്വഭാവം ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കും. അതിന് 2 കാര്യങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് മത്തായി ശ്ലീഹ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ദൈവദർശനം നിനക്ക് സാധ്യമായി തീരണമെങ്കിൽ അനിവാര്യമായിരിക്കുന്നത് വിശുദ്ധിയുടെ അനുഭവം. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. അതുകൊണ്ടാണ് രാത്രി പ്രാർത്ഥനയിൽ കെംദായിൽ നാം പാടുന്നുണ്ട്, ഈ പെരുന്നാളിൽ കർത്താവെ നിർമ്മലരാകണം ഞങ്ങൾ. അതേ, ഈ കന്യമറിയാമിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിൽ നാം അടുത്തു വരുമ്പോൾ അമ്മ ആഗ്രഹിക്കുന്നതാ. അമ്മ വിശുദ്ധിയുടെ ആൾരൂപമായി തീർന്നതുപോലെ നമുക്ക് വിശുദ്ധിയിലൂടെ നമ്മിലെ ദൈവത്വത്തെ കണ്ടെത്തുവാൻ സാധിക്കുമോ? ആ ദൈവദർശനം ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ സാധിക്കുമോ? ഒരു സത്യാന്വേഷിയുടെ അനുഭവത്തിലേക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കുമോ? വീണ്ടും ഈ അന്വേഷണം തീരണമെങ്കിൽ അലസതയോടെ പറ്റില്ല. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, ജാഗ്രതയോടെ എന്നെ എന്നെ കണ്ടെത്തും. അമ്മ ജാഗ്രതയോടെയാണ് യെരൂശലേം ദേവാലയത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. അത് അലസതയോടെയല്ല, നിരാശയോടെയല്ല, ജാഗ്രതയോടെയാണ് തൻ്റെ നഷ്ടപ്പെട്ട ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം. എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ഞാൻ 2 വാക്ക് നിർത്തുകയാണ്. നമുക്ക് ശാന്തമായിട്ട് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയാവട്ടെ. ഈ ശ്രേഷ്ഠമായിട്ടുള്ള 15 നോമ്പ് നീണ്ടു നിൽക്കുന്ന 15 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ധന്യമായ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും തീരുമ്പോൾ
അമ്മയെ നാം മനോമുഖരങ്ങളിൽ ഏറ്റിക്കൊണ്ട് ഈ ദിനങ്ങളിലൂടെ തീർത്ഥാടനം നിർവഹിക്കുമ്പോൾ നമുക്കൊരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. എവിടെയോ എൻ്റെ ക്രിസ്തു എന്നിൽ നിന്ന് അന്യമായി പോയിട്ടില്ലേ? അതെൻ്റെ ജീവിതത്തിൻ്റെ ശൈലി കൊണ്ടാവാം, വിശുദ്ധിയില്ലാത്ത അനുഭവങ്ങൾ കൊണ്ടാവാം. അത് ആത്മശോധന ചെയ്യേണ്ടുന്ന വിഷയമാണ്. എവിടെയാണ് എൻ്റെ ക്രിസ്തു എനിക്ക് നഷ്ടമായിരിക്കുന്നത്? എവിടെയാണ് എനിക്ക് എൻ്റെ ക്രിസ്തു അകന്നുപോയിരിക്കുന്നത്? അവനെ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഒരു അന്വേഷണം തമ്മിലുണ്ടാകുമോ? ഒരു അന്വേഷണം ഉണ്ടാകും. വിശുദ്ധിയോടെ, ജാഗ്രതയോടെ എൻ്റെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ. അതെ, അമ്മ കാട്ടി അനുഗ്രഹീതമായി ഈ വഴിത്താരകളിലൂടെ ഒരു തീർത്ഥാടനം നടത്തുവാൻ സാധിക്കുമോ? സകല ജാതികളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് അമ്മ ഉച്ചത്തിൽ പറഞ്ഞെങ്കിൽ ആ ഭാഗ്യാവസ്ഥയിൽ ഭക്തി ജീവിതത്തിൻ്റെ പൂർണ്ണത കാണുകയാണ്. ആ പൂർണ്ണതയിലേക്ക് അമ്മ നയിക്കപ്പെട്ട, അമ്മ സഞ്ചരിച്ച 4 വഴിത്താരകളാണ് ഈ അനുഗ്രഹീത സന്ധിയിൽ നമുക്കൊന്നിച്ചു ചിന്തിപ്പാൻ ഞാൻ വെച്ചത്. അതെ, മറ്റൊന്നുമല്ലത് സ്വയം പരിത്യാഗത്തിൻ്റെ അനുഗ്രഹീതമായ വഴിത്താരയായിരുന്നു. അത് ശുശ്രൂഷയുടെ സാന്ത്വനത്തിൻ്റെ വഴിത്താരയായിരുന്നു. മൂന്നാമത് സഹനത്തിൻ്റെ വഴിത്താരയായിരുന്നു. നാലാമത് കാണുന്നത് ഒരു സത്യാന്വേഷിയുടെ, ഒരു ദൈവാന്വേഷിയുടെ വഴിത്താരയായിരുന്നു. ആത്യന്തികമായി ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ നടന്നെങ്കിൽ അവസാനം അവൾക്ക് ആ ഭാഗ്യം കിട്ടി. അതുകൊണ്ടാണ് പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഈ അനുഗ്രഹീത പെരുന്നാളിന് പറയുന്നത് ഫീസ്റ്റ് ഓഫ് ഡോർമിഷൻ എന്നാണ്. കേവലം അസംഷൻ അല്ല, ഫീസ്റ്റ് ഓഫ് ഡോർമിഷൻ. എന്താണ്? ആ ഗെത്സമന തോട്ടത്തിൻ്റെ താഴ്വരയിൽ അമ്മയെ അടക്കിയിടത്ത് പിറ്റേ ദിവസം സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് ശിഷ്യന്മാർ പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ആളെ കാണുന്നില്ല. അവിടെ കുറേ നറുപുഷ്പങ്ങൾ മാത്രമാണ് കാണുന്നത്. പിന്നീടാണ് തോമസ് ലീഹ അവരോടൊപ്പം ചേരുന്നു. തോമസ് ലീഹ വന്ന വഴിത്താൽ ഓയാറിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അമ്മയുടെ പേടകമാണ് കാണുന്നത്. അവിടെ അമ്മയുമായിട്ട് സംവേദിക്കുകയാണ്. ഈ അനുഗ്രഹീതനായ ശിഷ്യൻ അമ്മയുടെ ഇടക്കെട്ട് വാങ്ങിച്ചു. ഇന്ന് അതൊരു പക്ഷേ പലയിടത്തും കൊണ്ടുവന്ന് വലിയ നിധി പോലെയൊക്കെ പറയുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ചത് ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ തോമസ് ലീഹായ്ക്കായിരുന്നു എന്ന് പറയുമ്പോൾ എത്ര ഭാഗ്യവാന്മാരാണ് തോമസ് ലീഹായുടെ അരുമസന്താനങ്ങളായി ഞാനും നിങ്ങളുമൊക്കെ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, അമ്മ തമ്പുരാൻ്റെ സമീപത്തേക്ക് തൻ്റെ ജീവിതം സമസ്തം തമ്പുരാന് വേണ്ടി ഒഴിഞ്ഞു വെച്ചെങ്കിൽ, തന്നെ ഏൽപ്പിച്ച് ജനതയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചെങ്കിൽ തമ്പുരാനോടൊപ്പം നിത്യവാസത്തിലേക്ക് അമ്മ കടന്നു പോവുകയാണ്. അതേ, ആ സൗഭാഗ്യ അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. ഈ അനുഗ്രഹീത വഴിത്താരയിലൂടെ പ്രയാണം ചെയ്ത് 15 നോമ്പ് സമാപിക്കുമ്പോൾ, ആ വലിയ പെരുന്നാളിൽ ഞാൻ ഭാഗമാകുമ്പോൾ വിശുദ്ധിയോടെ, ജാഗ്രതയോടെ, ദൈവാശ്രയത്തോടെ, സഹനത്തിൻ്റെ വഴിയിലൂടെയുള്ള സഞ്ചാരത്തിലൂടെ, സാന്ത്വന വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട്, ഒരു സത്യാന്വേഷണ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വഴിത്താരയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്ന് ദൈവിക അനുഭവം സ്വയത്തമാക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. അതിന് ഈ അനുഗ്രഹീത ശുശ്രൂഷ മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്.